ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഫഞ്ചയാസ് ഫുഡ് പറഞ്ഞു, മെഡിസിൻ പറഞ്ഞു. ഇനി ഫഞ്ചൈൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് ആസിഡ് ആണ് നോക്കുന്നത്. ഓർഗാനിക് ആസിഡ് പ്രിപ്പറേഷനിലും പല ഫംഗീസും എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പല ഫഞ്ചൈയും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്ന ഫംഗിയാണ് ഏതൊക്കെ? സുക്രോസും മൊളാസസും ഫെർമെൻറ്റ് ചെയ്തിട്ട് സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് അതിലൊക്കെ ആസ്പെർജില്ലസ് നൈഗറും ആസ്പെർജില്ലസ് ബെൻറ്റിയും. അപ്പോൾ സിട്രിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആസ്പെർജില്ലസ് നൈഗറും ആസ്പെർജില്ലസ് ബെൻറ്റിയും. ഈ സിട്രിക് ആസിഡ് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സിലും മറ്റ് ഫുഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിനൽ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ക് ഉണ്ടാക്കാൻ, ഡൈ ചെയ്യാൻ, ഇലക്ട്രോപ്ലേറ്റിങ്, ലെതർ ടാനിങ്ങിൽ ഇതിനൊക്കെ സിട്രിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇറ്റക്കോണിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അസ്പെർജില്ലസ് ഇറ്റക്കോണിയും അതുപോലെ അസ്പെർജില്ലസ് ടെറസസും ഷുഗറിൻ്റെ ഫെർമെൻറ്റേഷൻ വഴി എന്തുണ്ടാക്കുന്നുണ്ട്, ഇറ്റക്കോണിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇറ്റക്കോണിക് ആസിഡ് ആൽക്കൈൽ റെസിൻ്റെ മാനുഫാക്ചറിൽ, സിന്തറ്റിക് ഫൈബറിൻ്റെ മാനുഫാക്ചറിൽ, പ്ലാസ്റ്റിസൈസറിൻ്റെ മാനുഫാക്ചറിലൊക്കെ യൂസ് ചെയ്യുന്ന ആസിഡാണ് എന്ത്, ഇറ്റക്കോണിക് ആസിഡ്. ഇനി ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ടാക്കുന്നത് അസ്പെർജില്ലസ് നൈഗറും പെൻസിലിയം പർപ്പിറോജനുമാണ്. ഇത് ഫാർമസ്യൂട്ടിക്കലിൽ യൂസ് ചെയ്യാറുണ്ട്. ഫുഡ്, ടെക്സ്റ്റൈൽ, ലെതർ, ഫോട്ടോഗ്രാഫിക് ഇൻഡസ്ട്രീസിലൊക്കെ ഈ ഗ്ലൂക്കോണിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ഇത് ആസ്പെർജില്ലസ് നൈഗറും പെൻസിലിയം പർപ്പിറോജനും ആണ് എന്ത്, ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഇനി കോജിക് ആസിഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ ആസ്പെർജില്ലസ് ഒറൈസെ ഷുഗർ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് കോജിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഈ കോജിക് ആസിഡ് ഇൻസെക്ടിസൈഡലാണ്, ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ പിരിഡിൻസിൻ്റെ പ്രിപ്പറേഷന്, ഈതർ, എസ്റ്റർ, അതിൻ്റെയൊക്കെ പ്രിപ്പറേഷന് നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്യും. പിന്നെ അടുത്തതാണ് എന്ത്, ഗാലിക് ആസിഡ്. ഗാലിക് ആസിഡ് എന്ന് പറയുന്നത് ഗാൾനട്ടിൻ്റെ ഗാലോടാനിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തിയിട്ടാണ് ഗാലിക് ആസിഡ് ഉണ്ടാവുന്നത്. അതിന് സഹായിക്കുന്ന ഫംഗൈസ് ആണ് ആരൊക്കെ? പെൻസിലിയം ഗ്ലൗക്കം ആൻഡ് ആസ്പെർജില്ലസ് ഗാലോമൈസിസ്. ഇതും അതുപോലെ ഇങ്ക്, ഡൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഗാലിക് ആസിഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്, ഫ്യൂമാരിക് ആസിഡ്. ഫ്യൂമാരിക് ആസിഡ് ഉണ്ടാക്കുന്നതാണ് റൈസോപ്പസ് സ്റ്റുളിനിഫർ. ഷുഗറിനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് ഫ്യൂമാരിക് ആസിഡ് ഉണ്ടാക്കും. ഈ ഫ്യൂമാരിക് ആസിഡ് നമ്മൾ ആൽക്കൈൽ റെസിൻ അതുപോലെ വെറ്റിംഗ് ഏജൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ മ്യൂക്കറും റൈസോപ്പസും ലാക്റ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, സക്സിനിക് ആസിഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് അപ്പോൾ ഓർഗാനിക് ആസിഡ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത് ആസ്പെർജില്ലസ് ആണ്. ആസ്പെർജില്ലസ് നൈഗറും ആസ്പെർജില്ലസ് ബെൻറ്റിയും ആണ് സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അതെന്താണ്, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അതുപോലെ ഇങ്ക് മേക്കിങ്, ഡൈയിങ്, ഇലക്ട്രോപ്ലേറ്റിങ്, ലെതർ ടാനിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റക്കോണിക് ആസിഡ് ആസ്പെർജില്ലസ് ഇറ്റാക്കോണിയ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസ്പെർജില്ലസ് ടെറസും ഉണ്ട്. അതിൽ റെസിൻ്റെ മാനുഫാക്ചറിന്, സിന്തറ്റിക് ഫൈബറിൻ്റെ മാനുഫാക്ചറിനൊക്കെയാണ് ഇറ്റാക്കോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂക്കോണിക് ആസിഡ് ഷുഗറിൻ്റെ ഫെർമെൻറ്റേഷൻ വഴി ആസ്പെർജില്ലസ് നൈഗറും പെൻസിലിയം പർപ്പിറോജനും ആണ് എന്ത് ചെയ്യുന്നത്, ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അത് ഫുഡ്, ടെക്സ്റ്റൈൽ, ഫോട്ടോഗ്രാഫിക് ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കോജിക് ആസിഡ് ആസ്പെർജില്ലസ് ഒറൈസിയാണ് ഉണ്ടാക്കുന്നത്. പിരിഡിൻസ്, എസ്റ്റർ, ഈതറൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഗാലിക് ആസിഡ് ഗാലോടാനിൻ്റെ ഹൈഡ്രോളൈസ് വഴി പെൻസിലിയം ഗ്ലൗക്കം ആസ്പെർജില്ലസ് ഗാലോമൈസിസും ആണ് എന്ത് ചെയ്യുന്നത്, ഗാലിക് ആസിഡ് ഉണ്ടാക്കുന്നത്.
ഫ്യൂമാരിക് ആസിഡ് റൈസോപ്പസ് സ്റ്റോൾനിഫർ ആണ് ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ റൈസോപ്പസും മ്യൂക്കറിനും നമുക്ക് ലാക്റ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, സക്സനിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രിയിലുള്ള ഫഞ്ചൈൻ്റെ യൂസ്, ചില ഇൻഡസ്ട്രിയിൽ ഒക്കെ ഫഞ്ചൈ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കാറോമൈസീസ് എന്ന് പറയുന്നത് ബേക്കിംഗ് ആൻഡ് ബ്രൂയിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗയാണ്. അതുപോലെ പെൻസിലിയം റോക്ക്ഫോർട്ടും പെൻസിലിൻ കാമംബർട്ടിലും ചീസ് പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അസ്പെർജില്ലസ് നൈഗർ, അസ്പെർജില്ലസ് ടെറസ്, ഒറൈസി ഒക്കെ സിട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷന്, ഗ്ലൂക്കോണിക് ആസിഡിന്റെ പ്രിപ്പറേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില വിറ്റാമിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തമ്നീഡിയം എലഗൻസ് എന്ന് പറയുന്നത് നമ്മൾ ബീഫിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്തിട്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫഞ്ചയാണ് തമ്നീഡിയം എലഗൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫഞ്ചൈസിൻ്റെ ഒക്കെ പേര് കുറച്ച് പാടാണ്, 1-2 ഓർത്ത് വെക്കുക നിങ്ങൾ. ഇനി ബ്രൂവറീൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അസ്പെർജില്ലസ് ഓറൈസി, സെക്കാറോമൈസീസ് സർവേസി ഒക്കെ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വൈൻ ഉണ്ടാക്കുന്നത് റൈസ് ഫെർമെൻറ്റ് ചെയ്തിട്ട് ആണ്. അസ്പെർജില്ലസ് ഒറൈസിയാണ് ആ റൈസ് ഫെർമെൻറ്റ് ചെയ്തിട്ട് വൈൻ ഉണ്ടാക്കുന്നത്. അതേപോലെ സെക്കാറോമൈസീസ് സർവീസിയാണ് ബിയർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കാറോമൈസീസ് സർവീസിയെ കാർബോഹൈഡ്രേറ്റിനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് ഈഥൈൽ ആൽക്കഹോളും CO2 ഉണ്ടാക്കും. ഈ CO2 എന്ന് പറയുന്നത് ബേക്കറി പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെഡ്, കേക്കിലൊക്കെ ആ ഒരു പ്ലഫിനെസ് കിട്ടാൻ ഈ CO2 ആണ് കാരണമാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്കാറോമൈസീസ് സർവീസിയെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ചീസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പെൻസിലിയത്തിൻ്റെ സ്പീഷീസുകളെ യൂസ് ചെയ്യുന്നുണ്ട്. പെൻസിലിയം കാമംബർട്ടിൽ, റോക്ക്ഫോർട്ടി, കാൻഡിഡിയം ഇതൊക്കെ ചീസിൻ്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ചീസിൻ്റെ ഫ്ലേവറിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫഞ്ചൈനെ യൂസ് ചെയ്യുന്നത്. ഇനി എൻസൈം പ്രൊഡക്ഷനിലെ ഫഞ്ചൈൻ്റെ റോള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫഞ്ചൈ ഒരുപാട് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻവെർട്ടേസ്, ഈസ്റ്റ് അതായത് സെക്കാറോമൈസീസ് സർവീസി ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഷുഗറിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കാനുള്ള കഴിവുണ്ട് അവർക്ക്. ഈ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന നമ്മുടെ ഈസ്റ്റിൽ നിന്ന് കിട്ടുന്ന എൻസൈമിന്. നമ്മൾ പേപ്പർ ഇൻഡസ്ട്രീസിലൊക്കെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈമേസ്, അതും നമ്മുടെ സെക്കാറോമൈസീസ് സർവീസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫെർമെൻറ്റേഷൻ വഴി ഈഥൈൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാൻ ഈ സൈമേസ് എന്ന് പറയുന്ന എൻസൈം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ അസ്പെർജില്ലസ് നൈഗറിനും അസ്പെർജില്ലസ് ഒറൈസിനും അമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാവുന്നുണ്ട്. ആ എൻസൈം യൂസ് ചെയ്ത് ആൽക്കഹോൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റാർച്ച് ആൻഡ് ഡെക്സ്ട്രിനൈസ്ഡ് സ്റ്റാർച്ച് ഉണ്ടാക്കാനും അതുപോലെ മെഡിസിൻ ഉണ്ടാക്കാനൊക്കെ ഈ അമൈലേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്. അത് അസ്പെർജില്ലസ് നൈഗർ ആൻഡ് അസ്പെർജില്ലസ് ഒറൈസെന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി ട്രൈക്കോഡർമ റെസിലിയാണ് സെല്ലുലേസിൻ്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചീസിൻ്റെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കാരിഫിക്കേഷൻ ഓഫ് സെല്ലുലോസിക് ആൻഡ് ലിഗ്നോസെല്ലുലോസിക് വേസ്റ്റ് സെല്ലുലോസിൻ്റെ വേസ്റ്റിനും ഇതിനൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാക്രിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹൈഡ്രോലൈസേറ്റ് റീസൈക്കിൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിംഗിൾ സെൽ പ്രോട്ടീനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
പ്രൊഡക്ഷൻ, സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷനിൽ, മൈക്രോബിയൽ മാസിൻ്റെ പ്രൊഡക്ഷനിൽ, വിറ്റാമിൻസിൻ്റെ പ്രൊഡക്ഷനിലൊക്കെ ഈ സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ സെല്ലുലോസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ചില എൻസൈംസ്, അതായത് ലിപ്പേസസ്, ലാക്ടേസസ്, ലാക്ടേസ്, പ്രോട്ടിയേസസ് ഒക്കെ ചില ഫഞ്ചൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഫഞ്ചൈ, ഓർഗാനിക് ആസിഡ് ഉണ്ടാക്കുന്ന ഫഞ്ചൈ, അതുപോലെ തന്നെ എൻസൈം ഉണ്ടാക്കുന്നത്, അതുപോലെ ഇൻഡസ്ട്രിയിലുള്ള ഫഞ്ചൈൻ്റെ റോള്. ഇത് അടുത്തൊരു ഭാഗമാണ്, എക്കണോമിക് ഇമ്പോർട്ടൻസിൽ വരുന്ന അടുത്തൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ നമ്മുടെ ഫഞ്ചൈൻ്റെ പേര് കുറച്ച് പാടാണ് പഠിക്കാൻ, പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ പാടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് മാത്രം നോക്കി വയ്ക്കാം. ഓക്കെ, ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു 10 പോയിൻ്റെങ്കിലും എഴുതണം. അതിനനുസരിച്ച് ഓരോന്നൊന്നും നോക്കി വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.